നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 22 ചൊവ്വാഴ്ചയാണ്. ഇന്ത്യൻ ഓഹരി വിപണി തുടർച്ചയായ 5ാമത്തെ ദിവസവും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. 2021 ശേഷമുള്ള മികച്ച 5 ദിവസത്തെ റാലിയാണ് നമ്മൾ ഇന്ത്യൻ വിപണിയിൽ കണ്ടത്. നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോണും ബ്രേക്ക് ചെയ്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുമോ എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ഉറ്റുനോക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസിൽ പറയുന്നുണ്ട്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവലിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചതിനെ തുടർന്നാണ് തിങ്കളാഴ്ച US ഓഹരികൾ കുത്തനെ ഇടിഞ്ഞത്. ഇന്നലെ ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവലിനെ അതിശക്തമായിട്ടാണ് US പ്രസിഡന്റ് വിമർശിച്ചത്. അത് ഇത്തരത്തിലായിരുന്നു: മിസ്റ്റർ ടു ലേറ്റ് എന്നും എ മേജർ ലൂസർ, ഒരു വലിയ പരാജിതൻ എന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പലിശ നിരക്ക് ഉടനടി കുറച്ചില്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകും എന്ന മുന്നറിയിപ്പാണ് US പ്രസിഡന്റ് നൽകിയത്. ഇതോടെ US വിപണികൾ കുത്തനെ ഇടിഞ്ഞു. 3% മുകളിലാണ് എല്ലാ പ്രധാനപ്പെട്ട മാർക്കറ്റുകളും ഇടിഞ്ഞത്. നാസ്ഡാക്ക് 3.48% ഇടിഞ്ഞു. S&P 500 3.27%, ഡൗ ജോൺസ് 3.19% ഇടിഞ്ഞു. ഇനി തീർച്ചയായിട്ടും US ഫെഡിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ജെറോം പവലിന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടിയാണ് ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത്. US-ൽ ഇപ്പോൾ ഏർണിംഗ് സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ധാരാളം കമ്പനികളുടെ റിസൾട്ട് വരാനുണ്ട്. ഇപ്പോഴത്തെ പുറത്തു വന്ന റിസൾട്ടുകളുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നത്, വ്യാഴാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് S&P 500 Q1 വരുമാനം വാർഷികാടിസ്ഥാനത്തിൽ 8.1% വളർച്ച കൈവരിക്കുമെന്ന് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. വാദത്തിന്റെ തുടക്കത്തിൽ അത് 12.2% വളർച്ച പ്രവചനമായിരുന്നു. അതായത് ഒരു കുറവാണ് ഇപ്പോൾ Q1 പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് എന്ന് കാണാം. കൂടാതെ ടെസ്ല, ഗൂഗിൾ, ബോയിങ്, 3M തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ട് ഈ ആഴ്ച പുറത്തു വരും. യൂറോപ്യൻ വിപണിയിലേക്ക് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറച്ചതിനെ തുടർന്ന് യൂറോപ്യൻ ഓഹരി വിപണികൾ വ്യാഴാഴ്ച നേരത്തെയുള്ള നഷ്ടങ്ങൾ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ക്രിപ്റ്റോയിലേക്ക് വന്നാൽ ഒരു 3.5% നേട്ടം ഇന്ന് രാവിലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. $87,000 ട്രേഡ് ചെയ്യുന്നു. ട്രംപിന്റെ പ്രസ്താവനകൾക്ക് ശേഷം സ്പോട്ട് ഗോൾഡ് വീണ്ടും ഉയർന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 72,120 രൂപയാണ്. ഓയിൽ പ്രൈസുകൾ 2% ഇടിവും ഇന്നലെ ഉണ്ടാക്കി. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകൾ. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോഴ്സിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട 1-2 വാർത്തകളിലേക്കാണ്. ചില സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ 12% സേഫ് ഗാർഡ് തീരുവ ചുമത്തിയിരിക്കുന്നു. അമിതമായ സ്റ്റീൽ ഇറക്കുമതി നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്തോടെ 200 ദിവസത്തേക്കാണ് ഈ തീരുവ ചുമത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, പ്രധാനമായും ഇന്ത്യയിലേക്കുള്ള 2ാമത്തെ വലിയ സ്റ്റീൽ കയറ്റുമതിക്കാരായ ദക്ഷിണ കൊറിയയ്ക്ക് ശേഷം ചൈനയെ ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ ഈ തീരുവ ചുമത്തിയിരിക്കുന്നത്. അതായത് ചൈനയിൽ നിന്നുള്ള ചീപ്പ് ഇമ്പോർട്ടുകൾ തടയുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ഏതായാലും ഇമ്പോർട്ടുകളിൽ നിന്നുള്ള കോമ്പറ്റീഷൻ കുറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ, സെയിൽ, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണിത്. ഇവിടെ നമ്മൾ ഇത്തരത്തിൽ പറയുന്ന കമ്പനികളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ പ്രത്യേകം ഷെയർ ചെയ്യുന്നത്. US-ന്റെ താരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും US-ഉം തമ്മിലുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. US വൈസ് പ്രസിഡന്റ് JD വാൻസും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. US താരിഫുകൾ ഒഴിവാക്കുകയും ട്രംപ് ഭരണകൂടവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയുമാണ് ഈ ചർച്ചകൾ കൊണ്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ചർച്ചയ്ക്കൊടുവിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ വരുന്നതെങ്കിൽ അത് ഇന്ത്യൻ വിപണിക്കും ഇന്ത്യൻ എക്കോണമിക്കും വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ചൈനീസ് എക്കോണമി ഇപ്പോൾ US-ന്റെ താരിഫുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചൈനയ്ക്കെതിരായ താരിഫ് ഇന്ത്യക്കാണ് ഗുണകരമായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ത്യയുടെ താരിഫിലൊരു ഇളവ് കൂടി വരുത്തുകയാണെങ്കിൽ അത് കൂടുതൽ പോസിറ്റിവിറ്റിയിലേക്ക് ഇന്ത്യൻ വിപണിയെയും ഇന്ത്യൻ എക്കോണമിയെയും കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് Q4 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം അലോക് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി. നെറ്റ് ലോസ് ആയി കമ്പനി രേഖപ്പെടുത്തിയത് 74.5 കോടി രൂപയാണ്. അതായത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 215.9 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. അതായത് നെറ്റ് ലോസ് കുറഞ്ഞിരിക്കുന്നു, അത് വളരെ പോസിറ്റീവ് തന്നെയാണ്. റവന്യൂവിൽ 35.1% ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 953 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1469.3 കോടി രൂപയിലായിരുന്നു റവന്യൂ ഉണ്ടായിരുന്നത്.
മറ്റൊരു കമ്പനി ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനാണ്. നെറ്റ് പ്രോഫിറ്റായി കമ്പനി രേഖപ്പെടുത്തിയത് 37.7 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 37.6% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂവിലും 71.2% ഇടിവ് കമ്പനി രേഖപ്പെടുത്തി. കമ്പനി ഡിവിഡൻഡായി 27 രൂപയാണ് ഒരു ഷെയർ എന്ന നിലയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത് ആനന്ദ് രാജ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റ് ആയി കമ്പനി രേഖപ്പെടുത്തിയത് 118.6 കോടി രൂപയാണ്. 51.5% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തിയത്. റവന്യൂവിലും 22.2% ശക്തമായിട്ടുള്ള ഒരു വളർച്ച കാണുന്നു. അടുത്ത് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ്. നെറ്റ് പ്രോഫിറ്റായി കമ്പനി രേഖപ്പെടുത്തിയത് 155.6 കോടി രൂപയാണ്. 35.1% വർധനവാണ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത്. റവന്യൂവിൽ 3.6% ഇടിവും കമ്പനി രേഖപ്പെടുത്തി. അടുത്ത് മഹീന്ദ്ര ലോജിസ്റ്റിക്സ് ആണ്. നെറ്റ് ലോസ് ആയി കമ്പനി രേഖപ്പെടുത്തിയത് 6.75 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 12.85 കോടി രൂപ ആയിരുന്നു കമ്പനിയുടെ നെറ്റ് ലോസ് ആയി ഉണ്ടായിരുന്നത്. അതായത് നെറ്റ് ലോസ് കുറഞ്ഞിട്ടുണ്ട്, അത് പോസിറ്റീവ് തന്നെയാണ്. റവന്യൂവിൽ 8.2% വർധനവും കമ്പനി രേഖപ്പെടുത്തി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഈ വ്യാഴാഴ്ച മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ഓൺലൈൻ ബാച്ചുകൾ ഈ വ്യാഴാഴ്ച മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. കുറച്ച് സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ: ട്രേഡിംഗ്, ഇക്വിറ്റീസിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം, ട്രേഡിംഗ് സൈക്കോളജി എന്താണ്, ടെക്നിക്കൽ അനാലിസിസ്, അതുപോലെ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസിനുള്ള ടൂളും അതുപോലെ ടെക്നിക്സും എന്തൊക്കെയാണ്, ഇമോഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം, റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്നിങ്ങനെ ധാരാളം കാര്യങ്ങളാണ് ഈ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആഴ്ചയിൽ 2 മുതൽ 3 സെഷനുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഏകദേശം 1 മാസമായിരിക്കും കോഴ്സിൻ്റെ ഒരു വാലിഡിറ്റി ഉണ്ടായിരിക്കുക. കോഴ്സിൻ്റെ ഫീസായിട്ട് വരുന്നത് 3000 രൂപയാണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. തിരികെ സ്റ്റോക്ക് ന്യൂസിലേക്ക്. അടുത്തത് വേദാന്ത എന്ന കമ്പനി. പ്രൊമോട്ടർ ഗ്രൂപ്പ് കമ്പനിയായ ട്വിൻ സ്റ്റാർ ഹോൾഡിംഗ്സ് വായ്പ നൽകുന്നവർക്കായി $530 മില്യൺ വായ്പാ കരാറിൽ ഒപ്പുവെച്ചു. അടുത്ത് HUL എന്ന കമ്പനിയാണ്. കമ്പനി അപ്രൈസിംഗ് എന്ന കമ്പനിയുടെ 90.5% ഓഹരികൾ 2706.4 കോടി രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് റിസൾട്ട് വരുന്ന കമ്പനികളിലേക്കാണ്: HCL ടെക്നോളജീസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ്, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ഹാവൽസ് ഇന്ത്യ, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, വാരി എനർജീസ്, CNDLM, ഡെൽറ്റ കോർപ്പ്, ഹാത്വേ കേബിൾ, ചോയ്സ് ഇന്റർനാഷണൽ, വർദ്ധമാൻ സ്പെഷ്യൽ സ്റ്റീൽസ് തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ടാറ്റ എലക്സി, ഏഞ്ചൽ വൺ, ഹിന്ദുസ്ഥാൻ കോപ്പർ, IREDA, മണപ്പുറം ഫിനാൻസ് തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIAസും DASും ബയ്യേഴ്സ് ആയ ഒരു ദിവസമായിരുന്നു ഇന്നലെ. FIAs 1970 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. DAS ആവട്ടെ 247 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.25% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,082 എന്ന നിലയിലാണ്. 68 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് ഏകദേശം 50 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ സൂചിപ്പിക്കുന്നത്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ 2% ഇടിവാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഇന്നിപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. 67.02 എന്ന നിലയിലാണ് ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത്. 0.74% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $63.20 പെർ ബാരൽ എന്ന നിലയിൽ 1.27% നേട്ടത്തിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റി തുടർച്ചയായ 5ാമത്തെ ദിവസവും ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. ഇന്ന് നിഫ്റ്റിയുടെ പെർഫോമൻസ് എത്തരത്തിലായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. നിഫ്റ്റി 24,125-ൽ 274 പോയിന്റ്സ് ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ബാങ്കിങ്, ഫിനാൻഷ്യൽ സെക്ടറിലുള്ള സ്ട്രെങ്ത് ആണ് നിഫ്റ്റിക്ക് ശക്തി പകർന്നത്. നിഫ്റ്റി ഒടുവിൽ 23,800 മുതൽ 23,850 വരെയുള്ള ആ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് 24,000 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെച്ചു. അപ്സൈഡിൽ ഇന്നലത്തെ ഹൈ ആയിട്ടുള്ളത് 24,189 ആണ്. നമ്മൾ അപ്സൈഡിൽ വാച്ച് ചെയ്യേണ്ട ഒരു ചെറിയൊരു ലെവൽ കൂടിയായിരിക്കാം അത്. ഇനി 24,200 മുതൽ 24,250 വരെയുള്ളത് ഒരു സോൺ തന്നെയാണ്. ആ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 24,500 മുതൽ 24,700 വരെയുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോൺ തന്നെയാണ്. ഈ ഒരു സോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടുത്ത ഒരു സ്വിംഗ് ഹൈ ആയിട്ടുള്ളത് ഈ ഒരു സോണിലാണ് വരുന്നത്. കൂടാതെ ഫിബ് റേറ്റ് ട്രേസ്മെൻറ്റിൻ്റെ 61.8% ഉള്ളതും ഈ ഒരു സോണിൽ തന്നെയാണ്.
നിഫ്റ്റിയുടെ ഡെയിലി ബോളിഞ്ചർ ബാൻഡ് കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പർ ബാൻഡിൻ്റെ ഹൈ ടച്ച് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു സോണിലാണ്. അതുകൊണ്ട് ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇനി ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000 മുതൽ 23,950 വരെയുള്ള ആ ഒരു സോണുമായിരിക്കാം. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,100 സ്ട്രൈക്കിൽ 5,097% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് കാണാം. കോൾ സൈഡിൽ 117% വർധനവ് ഒരു ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണ്. 24,050 സ്ട്രൈക്കിൽ 5,020% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 204% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,180 സ്ട്രൈക്കിൽ 21,141% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 843% മാത്രം ഒരു ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് വളരെ ശക്തിയോടെ തന്നെയാണ് നിൽക്കുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ ആദ്യത്തെ സ്ട്രൈക്ക് 25,500 ആണ്. അതിനുശേഷം 25,000 സ്ട്രൈക്കും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 23,500 സ്ട്രൈക്ക്, അതിനുശേഷം 23,000 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000മാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,304 1014 പോയിന്റ്സ് അഥവാ 1.87% ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. അതായത് ഇന്നലത്തെ റെക്കോർഡ് ഹൈ ആയി രേഖപ്പെടുത്തിയത് 55,461 കഴിഞ്ഞ 5 സെഷനുകളിലായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഹയർ ലോ ഫോർമേഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ആവുന്നത്. അത് തികച്ചും പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് 55,000 മുകളിലായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 55,750 പ്രധാനപ്പെട്ട അപ്സൈഡിലെ ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം 56,000 ഒരു പ്രധാനപ്പെട്ട ലെവൽ തന്നെയാണ്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രൈക്കും 56,000 അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 56,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000. ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ 4 ദിവസത്തെ ഇടിവിന് ശേഷം ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. 15.52 0.31% ഇന്ത്യ വിക്സ് ഉയർന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതായത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് നന്നായി പെർഫോം ചെയ്യുന്നത്, ഏതൊക്കെയാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ പറയാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ആ കമൻറ്റ് ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെയും എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.